ഭാഗവതം ക്ലാസ് 85. നമ്മൾ സ്കന്ധം 4 23-ാമത്തെ അധ്യായമാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ പൃഥ്വി ചക്രവർത്തിയുടെ വൈകുണ്ഠ ലോകപ്രാപ്തിയാണ്, ബ്രഹ്മകാരം നേടിയതിനെ പറ്റിയാണ്. അപ്പം പൃഥ്വി എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു, എങ്കിലും കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഭാഗവതം എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടി രഹസ്യമെല്ലാമാണ്, ആ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊരു സങ്കീർണമായ ആധുനിക ശാസ്ത്രം കൂടിയും കണ്ടെത്താത്ത ചില സത്യങ്ങളാണ്. അതിനെ നമ്മൾ ഇന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കൃഷ്ണന്റെ കഥയുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അതൊന്നും അല്ല അത്. അപ്പൊ ഇത് മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. നമ്മൾ പൃഥ്വി ചക്രവർത്തി എന്ന് പറയുമ്പോൾ ഒരു രാജാവാണ്, ഒരു പണ്ട് കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമല്ല. ഇത് സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. സൃഷ്ടിയായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ സൃഷ്ടിയിൽ 2 ലോകമുണ്ട്. അതാണ് ലോകം എന്നെല്ലാം പറയുന്നത്. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികർ എവിടെയാണോ പോയത് അവരുള്ള സ്ഥലം, നമ്മൾ നാളെ എത്തുന്ന സ്ഥലം, അങ്ങനെ ഒരു ലോകമുണ്ട്. അപ്പൊ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ശരീരമുള്ളത്, അവിടെ ശരീരമില്ല. പക്ഷെ ശരീരമല്ല ഞാൻ. അപ്പൊ ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ മാത്രമേ ആ പിതൃലോകം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. പൃഥ്വി എന്ന രാജാവ് എന്താണെന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് സമാനമായ ഒരു പാരലൽ ലോകമുണ്ട്. അത് ആധുനിക സയൻസിനെ മനസ്സിലാകുകയൊന്നുമല്ല, അതിൻ്റെ സഹായത്താൽ തന്നെയാണ് ഇന്ന് എല്ലാ ഉപകരണങ്ങളും മനുഷ്യൻ ഉണ്ടാക്കുന്നത്. ആ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ നമ്മളെ കാര്യത്തിൽ നമ്മളത് പ്രയോഗിക്കുന്നില്ല, ആ നിലയിൽ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കറിയാലോ, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റോബോട്ട്, യന്ത്രമനുഷ്യൻ, ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോഴേക്ക് അതിന് 2 ഭാഗങ്ങളുണ്ട്, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും. ഹാർഡ്വെയറാണ് നമ്മൾ ഈ കാണുന്ന കമ്പ്യൂട്ടർ അല്ല. അതിലോട്ട് നമ്മൾ സിനിമ കാണും, അത് കാണും, എല്ലാം കാണും. പക്ഷേ കമ്പ്യൂട്ടർ യഥാർത്ഥത്തിൽ ഒന്നുമല്ല. ആ കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടറാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു യന്ത്രമനുഷ്യൻ പ്രവർത്തിക്കുന്നതിനെല്ലാം അതിൻ്റെ പിന്നിൽ ഒരു സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് കാണുന്ന തരത്തിലുള്ള ഒരു സാധനമല്ല, അതൊരു ഇമാജിനറി, കുറച്ച് ബുദ്ധിയുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇന്നെല്ലാവർക്കും ഒരുമാതിരി അങ്ങനെയൊന്നും ഉണ്ട് എന്നറിയാം. അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം അനുസരിച്ചിട്ടാണ് ശരീരം വർക്ക് ചെയ്യുന്നത്. ആ പ്രോഗ്രാം നമ്മളൊരു CD-യിലാക്കിയിട്ട് നമ്മൾ വിൻഡോസ് എന്നെല്ലാം പറഞ്ഞിട്ട് XP എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിൻഡോസ് ഇങ്ങനെ കുറേ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് CD-യിലാക്കി കൊണ്ടുവന്നിട്ട് ഈ നിർഗുണമായ ആ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യുമ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ കമ്പ്യൂട്ടറിന് അതിൻ്റേതായ നിലയിൽ ഒന്നും കാണിക്കാൻ പറ്റില്ല. എന്തിനേ ഉള്ളൂ? ആ സോഫ്റ്റ്വെയറേ ഉള്ളൂ. സോഫ്റ്റ്വെയറിനാണെങ്കിൽ വലിയ രൂപവും ഭാവമൊന്നുമില്ല, അതൊരു പ്ലാനാണ്. അതിലെങ്ങനെയാണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക. ഇത് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ശരീരം എന്നത് വെറും ഒരു ഹാർഡ്വെയർ മാത്രമാണ്. അതിന് അതിൻ്റേതായ നിലയിൽ വർക്ക് ചെയ്യാൻ ഒരു കഴിവുമില്ല. ആ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു കാര്യമില്ല, എവിടെയും മൂലക്ക് കളയാനേ പറ്റും.
അപ്പോൾ നമ്മളെ ഉള്ളിലും നമ്മൾ എന്തിനാണോ ജയിപ്പിച്ചത് അത് കർമ്മം ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനുണ്ട്. ആ പ്ലാന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മളെ ജനിതക ഘടനയിൽ തന്നെയുണ്ട്, എങ്ങനെയെല്ലാം വളരണം എന്നെല്ലാം വെച്ചുകൊണ്ട് ജനിതക ഘടനയിൽ ഒരു പ്ലാനുണ്ട്. അത് ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മളെ വർക്ക് ചെയ്യുന്നതിനൊരു പ്ലാനുണ്ട്. പ്ലാനറ്ററി സിസ്റ്റത്തിലൂടെ ബാഹ്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശരീരത്തെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ആ പ്ലാന് നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ വെച്ചാൽ അത് CD-യിലാണ് ഉള്ളത്. എന്ത്? വിൻഡോസ്. അതിന് ജീവനൊന്നുമില്ല. എന്താണെന്നൊന്നും പറഞ്ഞ അത് സയൻസ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമെല്ലാം എഴുതുന്നവർക്ക് ഭാവനയുണ്ട്. ഒരു പ്രോഗ്രാം എങ്ങനെ അത് വർക്ക് ചെയ്യണമെന്നല്ല അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ വിൻഡോസ് എന്ന് പറയുന്നതിൽ എത്രയോ കാര്യങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാനുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആ പ്ലാൻ അതിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മൾ ലോഡ് ചെയ്താലും നമ്മൾ ഉപയോഗിക്കുന്ന എന്തേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ ഈ TV അപ്ലോഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നുണ്ടാവുക, വേറൊരാൾ പ്ലാന് പാട്ട് കേൾക്കാനാണ് എനിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, ചിലവർ ടൈപ്പ് ചെയ്യാനായിരിക്കും, ചിലവർ അക്കൗണ്ടൻസിക്കായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷെ ഇതെല്ലാം ഇതിലുണ്ട്, ഈ CD-യിലുള്ള ഹാർഡ്വെയറിലുണ്ട്, സോഫ്റ്റ്വെയറിലുണ്ട്, വിൻഡോസിലുണ്ട്. അതിൽ ഒരു ചെറിയ പോർഷമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ പ്രപഞ്ചത്തിനൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചം മുമ്പോട്ടേക്ക് പോകുന്നത്. അങ്ങനെ പ്രപഞ്ചം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ നിലയിലും സൃഷ്ടി മുതൽ പറയുകയാണെങ്കിൽ ദശാവതാരത്തിലൂടെയെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയം വരും, നശിക്കും, പിന്നെയും തുടങ്ങും. അപ്പം അതിൻ്റെ ഇടക്ക് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ ഒരു ചെറിയ അംശമേ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രപഞ്ചത്തിൻ്റേത് പരമാത്മാവ്. അതിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം മാത്രം നമ്മളിലേക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം അതിന് നാശമില്ല. എങ്ങനെയെന്നാൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇപ്പം പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്പ്യൂട്ടറിൽ ഈ വിൻഡോസ് ലോഡ് ചെയ്തു, കുറേ പാട്ട് കേട്ടു, എനിക്ക് മതിയായി. അതിനകത്ത് അച്ചുടച്ചാലും ആ പ്രോഗ്രാം നശിക്കുന്നില്ല. ആ പ്രോഗ്രാം എവിടെയുണ്ട്? CD-യിലുണ്ട്. CD-യിൽ നിന്നാണ് അത് ലോഡ് ചെയ്തത്. ചിലപ്പോൾ നമുക്ക് വേണ്ടി അടിച്ച് കളയുകയും ചെയ്യാം. അടിച്ച് കളഞ്ഞാലും കളഞ്ഞിട്ടില്ലെങ്കിലും അതിന് നാശമില്ല. അത് എവിടെ തന്നെയുണ്ട്? ഈ മാസ്റ്റർ ഫയലിൽ പരമാത്മാവിൻ്റെ കൂടെ തന്നെയുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അംശമാണ് ഞാൻ ലോഡ് ചെയ്തിട്ട് പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ലോകത്തിൻ്റെ പ്ലാനായ പരമാത്മാവിൻ്റെ ഒരു ചെറിയ അംശമെടുത്തിട്ടാണ് എന്നിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങില്ലാതെയാവും. പക്ഷെ അതില്ല, എൻ്റെ ബോഡിയാണ് ഇല്ലാതെ, ഞാൻ നശിച്ചു പോവുകയാണ്. പക്ഷെ ആത്മാവ് എന്നത് ആ പ്രപഞ്ചത്തിൻ്റെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് അതങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എവിടെയാണോ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എവിടെയാണുള്ളത്? ഏതോ CD-യിൽ നിന്ന് വന്നതാണ്. ആ CD-യിൽ അതുണ്ട്. അതുപോലെ നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്ന അദൃശ്യമായ ആ പ്ലാൻ പുറത്ത് പരമാത്മാവായിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ഒരു ലോകമുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ലോകം എവിടെയാണ്? CD-യിലാണുള്ളത്, കമ്പ്യൂട്ടറിലല്ല. കമ്പ്യൂട്ടർ കളഞ്ഞാലും ആ പ്രോഗ്രാം എവിടെയുണ്ട്? വിൻഡോസ് എവിടെയുണ്ട്? CD-യിലുണ്ട്. എന്നതുപോലെ നമ്മളെ ആത്മാവും ആ പുറത്തുള്ള പരമാത്മാവിൽ നിന്ന് വന്ന് കർമ്മങ്ങൾ ചെയ്തിട്ട് അത് ഇല്ലാതാകുന്നു. പുറത്ത് പോവുക, വരിക, പറയുന്നതൊന്ന് അടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതെന്ന് പറയാം. വിൻഡോസ് അടിച്ചു കളയാം, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നശിച്ചു പോയി എന്നും പറയാം. എന്തായാലും അതിന് നാശമില്ല. അതാണ് ശാശ്വതമായിട്ടുള്ളത്.
അത് പുറത്തുണ്ട്. അതേ വിൻഡോസ് തന്നെ നമുക്ക് വേറെ എന്ത് ചെയ്യാം, വേറൊരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ട് ലോഡ് ചെയ്യാം. അതേപോലെ ഈ ആത്മാവിനെയും നാളെ പുനർജനിക്കുമ്പോൾ വേറൊരു കുട്ടിയിലേക്ക് ലോഡ് ചെയ്യാം. അപ്പം ഇതെപ്പോഴും വന്നും പോയും ഈ ശരീരം നേടുന്ന നമ്മൾ ഈ ലോകമുണ്ടല്ലോ, ഈ ലോകം കമ്പ്യൂട്ടർ ലോകമാണ്, അല്ലേ നമ്മളുടെ ശരീരങ്ങളെല്ലാം ഉള്ള ഈ പ്രപഞ്ച ലോകമാണ്. ഇത് നശിച്ചാലും ഇതിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ എവിടെയുണ്ട്? പുറത്തുണ്ട്. ആ ഒരു ലോകമുണ്ട്, അതിന് നാശമില്ല. അത് അരൂപിയായ ഒരു ലോകമാണ്. അതിനാണ് പിതൃലോകം എന്ന് പറയുന്നത്. അവിടെ നിന്ന് അത് വന്നും പോവുകയും ചെയ്യും ഈ ലോകത്തിലേക്ക്. അപ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം വരുന്നുണ്ട്? ആ പ്ലാനിൽ നിന്ന് പലതരം പ്രേരക ശക്തികളിൽ നമ്മൾ വന്നിട്ടാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. എന്താണോ ആ പ്ലാൻ അനുസരിച്ച് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കേണ്ടത്, അതിനനുസരിച്ച് നമ്മളെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. അപ്പോൾ പല ലോകമഹായുദ്ധങ്ങളിലും ഉണ്ടാകാൻ കാരണം രാജാക്കന്മാർ ശത്രുതയുണ്ടാകും, ദേഷ്യം വരും, അപ്പോൾ പോയിട്ട് ലോകമഹായുദ്ധം ഉണ്ടാകും. നമുക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഏതോ ഒരു വേണ്ട ഒരു കുട്ടീനെ, പ്രകൃതിക്കൊരു കുട്ടി വേണമെങ്കിൽ നമ്മളിൽ അതിന് യോജിച്ച ജനിതഘടനയുള്ള ഒരു പെണ്ണിനോട് നമുക്ക് ഇഷ്ടം തോന്നും. ചിലപ്പോൾ പ്രേമിക്കുക, അല്ലെങ്കിൽ പോയി പെണ്ണ് അന്വേഷിച്ച് നടന്ന് ഇതിനെ കണ്ടായിരുന്നാൽ ഇതിനെ മതി, ഇഷ്ടപ്പെട്ടു, കെട്ടുന്നു, അതിന് വേണ്ട ഒരു കൊച്ച് അതിലൂടെ ഉണ്ടാക്കിയെടുക്കും. നമ്മളിതറിയുന്നില്ല. അപ്പം നമ്മളുടെ ഒരു പ്രേമം, കാമം, ക്രോധം, ഇങ്ങനെ കുറേ വികാരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ലോകം മുഴുവൻ ചലിക്കുന്നത്. ആ ബലങ്ങളെ ആധുനിക സയൻസ് എടുക്കുന്നില്ല. ആധുനിക സയൻസ് ഞാൻ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ അടിക്കുന്ന ബലം ഇത്ര ഫോഴ്സിൽ ഇന്ന കൈ കൊണ്ട് അടിച്ചു എന്ന് മാത്രമേ ഫിസിക്സ് കണക്കാക്കുകയുള്ളൂ. പക്ഷേ ഈ അടിക്കാൻ പ്രേരിപ്പിച്ച എൻ്റെ മനസ്സിലുള്ള, എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു നാരദൻ എന്നൊരു വികാരം, അത് ആധുനിക സയൻസ് എടുക്കുന്നില്ല. പക്ഷേ അതാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ബലങ്ങളെല്ലാം ഉള്ള ഒരു ലോകമുണ്ട്. അതാണ് നമ്മളെ ഒരു കമ്പ്യൂട്ടർ മാതിരി നമ്മളെ മണ്ണിൽ നിന്നെല്ലാം ഒരു ശരീരം ഉണ്ടാക്കിയിട്ട് അതിൽ കയറിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നോ അതേ വിചാരങ്ങളുള്ള ഒരു ലോകം പുറത്തുണ്ട്. നമ്മളെങ്ങനെയാണ് ലോകം കർമ്മം ചെയ്യുന്നത്? നമ്മൾ മനുഷ്യരെ പുരോഗതി പ്രാപിക്കണ്ടെങ്കിൽ മനുഷ്യരെ നയിക്കാൻ ചില തലവന്മാർ വേണം. കാരണം ഒരു സമൂഹ ജീവിയാണ്, എല്ലാവരും കൂടി ഇത് തോന്നുന്ന പറ്റില്ല, എല്ലാത്തിനും ഒരു പ്ലാൻ അനുസരിച്ച്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? എല്ലാത്തിനും ഓരോ തലവന്മാർ വേണം, അല്ലെങ്കിൽ രാജാക്കന്മാർ വേണം. ആ രാജാക്കന്മാരിലൂടെയാണ് ജനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്ത് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അപ്പം ഒരു രാജാവ് എന്നൊരു സിസ്റ്റം ആ പ്ലാനിലുണ്ട്. ഏതുപോലെ എന്നാൽ നമ്മളൊരു സ്കൂളിൻ്റെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആ പ്ലാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഹെഡ് മാസ്റ്റർ മുറി. ആ പറയുമ്പോൾ തന്നെ അത് തീർക്കുകയാണ്. ആടിയിരിക്കുന്ന വ്യക്തി വേണം ഇതിനെ മുഴുവൻ നിയന്ത്രിക്കാൻ. ഇത് മറ്റേ ടീച്ചേഴ്സിൻ്റെ മുറി, ഇത് അക്കൗണ്ട്സിൻ്റെ ആളെ മുറി. ഇങ്ങനെ ഓരോ ആൾക്ക് പൊസിഷൻ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ പ്രപഞ്ച സൃഷ്ടിയിലും ഓരോ രാജ്യത്തെയും നയിക്കുവാൻ ഇന്നിടത്ത് രാജാവ് വേണം. ഓരോ രാജ്യത്തിൽ ഇന്ന സ്ഥലത്ത് ഗോത്രത്തലവനോ ഏതെങ്കിലും വേണമെന്ന് തീരുമാനിച്ചിട്ട് അവരിലൂടെയാണ് മനുഷ്യരെ, ജീവജാലങ്ങളെ എല്ലാം കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതും ഏതിലുണ്ട്? ഈ പ്ലാനിലുണ്ട്, അദൃശ്യമായ ആ പ്ലാനിലുണ്ട്. അപ്പം അവിടെ ഒരു ശക്തി അതാത് കാലങ്ങളിൽ അതാത് സ്ഥലത്ത് രാജാക്കന്മാരെ സൃഷ്ടിച്ച് അവരിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുന്ന. അപ്പോൾ രാജാവിനെ എല്ലാം നിയമിക്കുന്നത് അങ്ങിൽ നിന്ന് തന്നെയാണ്. ഓരോ കാലഘട്ടത്തിന് യോജിച്ച തരത്തിലുള്ള ആ പ്ലാനിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള അതിനെ നിയന്ത്രിക്കുന്ന
അത് ആ ഒരു കർമ്മം രാജാവിനെ അതാത് കാലങ്ങളിൽ സൃഷ്ടിച്ചു അവരെ കൊണ്ട് ഇന്ന തരത്തിൽ ജീവിക്കണം, അല്ലെ എന്ന തരത്തിൽ രാജ്യം ഭരിക്കണം, ജനങ്ങളെ നോക്കിയടക്കണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം പ്ലാനിലുണ്ട്. അതിനെ നോക്കിയടക്കുന്ന ശക്തി വിശേഷത്തെ, ആ പ്രേരക ശക്തിയെയാണ് പിതൃ എന്ന് പറയുന്നത്. പൃഥ്വി എന്ന് പറയുന്നത്, പൃഥ്വി രാജാവ്. അപ്പോൾ ഒരു പ്രേരക ശക്തി ആ ലോകത്തിലുണ്ട്. അതാണ് കാലാകാലങ്ങളിൽ ഓരോ രാജ്യത്തിലും രാജാക്കന്മാരെ ഉണ്ടാക്കുകയും അവരിലൂടെ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുകയും ചെയ്യുന്ന നല്ല പ്ലാനിൻ്റെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകൻ്റെ ഹെഡ് മാസ്റ്ററുടെ സീറ്റ് എവിടെ വേണമെന്നും അയാളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണമെന്നെല്ലാം പ്ലാനിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്ലാൻ ഒരു കടലാസ് മാത്രമാണ്. പക്ഷേ ആ കടലാസിലുള്ള പ്ലാൻ അനുസരിച്ചാണ് ആ യോഗ്യതയുള്ള ആളെ ആ വേണ്ട സമയത്ത് അഡ്വർടൈസ് എല്ലാം ചെയ്ത് വിളിച്ചിട്ട് പരീക്ഷിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തുന്നത്. അതിന് ഒരു സെലക്ഷൻ ബോർഡെല്ലാം ഉള്ളതുപോലെ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ മനുഷ്യരുടെ എല്ലാം ഓരോ രാജാവായിട്ട് ഇന്നാളെ വാഴിക്കണം എന്നുള്ളൊരു സെലക്ഷൻ ബോർഡിൻ്റെ തലവനായിട്ട് വേണമെങ്കിൽ ഈ പൃഥ്വി രാജാവിനെ കാണുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയൊരു പ്ലാൻ, ആ പ്ലാനിൽ നിന്നുള്ള ചില പ്രേരക ശക്തികൾ, അതൊരു ലോകമാണ്. ആ ലോകമാണ് ഭൂമിയിൽ അതാത് കാലത്ത് മനുഷ്യരെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പം നമ്മൾ ജീവിക്കുന്ന ലോകവും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ പ്ലാൻ എവിടത്തേക്കാണ് പോകുന്നത്? കമ്പ്യൂട്ടറിൽ നിന്ന് CD മാറ്റപ്പെടുന്നൊന്നുമില്ല, ആ CD തന്നെയുണ്ട്. അതുപോലെ വേണം നമ്മളെ കാണാം. അപ്പം അങ്ങനെയുള്ള പൃഥ്വിരാജാവ്. അപ്പം പൃഥ്വിരാജാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് ലോകം എങ്ങനെ രാജാക്കന്മാർ ഭരിക്കണമെന്നുള്ള ഒരു പ്ലാൻ, ഒരു സിസ്റ്റം, ആ ഒരു പ്രേരക ശക്തി പ്രപഞ്ചത്തിൽ 3 ലോകങ്ങളിലും ആക്ട് ചെയ്യുന്നുണ്ട്. ആ ശക്തിയായിട്ട് ഇതിനെ കാണണം. അത് പ്ലാനിലുള്ള ഒന്നാണ്. ഒരു സ്കൂളിൽ അധ്യാപകന് വേണ്ടത് ഏതിൽ നിന്നാണ്? പ്ലാനിൽ നിന്നാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഓരോ സ്ഥലത്തും ഓരോ രാജാവ് ഇന്നാളുടെ ഇന്ന കാലഘട്ടങ്ങളിൽ പോകണം എന്ന് തീരുമാനിക്കാൻ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൻ്റെ അവനാണ് പൃഥ്വി. ഇനി നമുക്കിതിലേക്ക് കിടക്കാം. 1, 2, 3 മൈത്രേയൻ പറയുകയാണ്, പൃഥ്വി ചക്രവർത്തി എന്ത് ചെയ്തു? അപ്പോൾ തന്നാൽ തന്നെ പ്ലാൻ ചെയ്ത്, അദ്ദേഹം എല്ലാം പ്ലാൻ ചെയ്തു. ലോകത്തിൽ ഇങ്ങനെ രാജാക്കന്മാരെല്ലാം ഉണ്ടാക്കണം, അതിലൂടെ വേണം എല്ലാം നയിക്കുക. പ്ലാൻ ചെയ്ത് കൃഷി ആദികൾ ഉൽപ്പാദിപ്പിച്ചും രാജാവിലൂടെയാണ് ജനങ്ങളെ കൊണ്ട് കൃഷിയെല്ലാം ചെയ്യിപ്പിച്ച് പ്രൊഡക്ഷനുകൾ നടത്തിപ്പിച്ച് രാജാവിൻ്റെ സ്ഥാവര ജമ വസ്തുക്കളുടെയും ജീവികളുടെയും പരിപാലകനായി, അതിനെല്ലാം പരിപാലിക്കാനായി ശരിയായ ആചാരങ്ങളിലൂടെ ഭൂമിയെ പരിപാലിച്ച് ഈശ്വരാജ്ഞയെ നിറവേറ്റിയ ശേഷം, അപ്പോൾ ഏത് പ്രകാരമാണ് രാജാവ് പ്രവർത്തിക്കേണ്ടത്? ഈശ്വരൻ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നത്. ആ പ്ലാൻ അനുസരിച്ചായിരിക്കണം ആണ് ഈ പൃഥ്വി രാജാവ് ഭരിക്കുന്നത്. അതുപോലെ വേണം അദ്ദേഹം നിയമിക്കുന്ന ലോകത്തിൽ അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന രാജാക്കന്മാർ പ്രവർത്തിക്കാൻ. തനിക്ക് വേണ്ടിയല്ല, ലോക പുരോഗതിക്ക് വേണ്ടി ആ ഒരു പ്രപഞ്ചമാകുന്ന പ്ലാനിനനുസരിച്ച് ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെ ഒരിക്കൽ വാർദ്ധക്യം വന്നതായിട്ട് കണ്ട് തൻ്റെ വിയോഗം മൂലം ഭൂമിദേവി കരയുന്നു എന്ന് ചിന്തിക്കിയാൽ, അപ്പം തൻ്റെ വിയോഗം മൂലം ഭൂമിക്ക് രാജാവില്ലാതെ ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആകെ കഷ്ടപ്പാടായിരിക്കും. പിന്നെ ഒരു രാജ്യത്തെ രാജാവില്ലെങ്കിൽ ഒന്നും നടക്കില്ല, തലവനില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് പുത്രിയായ ഭൂമിയെ, ആ രാജാവിൻ്റെ പുത്രിയായിട്ടാണ് ഭൂമിയെ കണ്ടിരിക്കുന്നത്, എന്ത് ചെയ്തു? പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തെ ഭൂമിയെല്ലാം തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു. അപ്പം ആ ശക്തിവിശേഷം പിന്നെ പുത്രന്മാരിലൂടെയാണ് ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നത്.
പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു രാജവ്യവസ്ഥിതി, ഭരണവ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചുകൊണ്ട് പിന്നെ അതാത് കാലത്തേക്ക് പുത്രന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ പ്രജകളും കരഞ്ഞുകൊണ്ടിരിക്കെ ഭക്തി സമേതനായി മറ്റാരുമില്ലാതെ തപോവനത്തിലേക്ക് പോയി. തൻ്റെ കാലം കഴിയുമ്പോൾ പിന്നെ അദ്ദേഹം തപസ്സനുഷ്ഠിക്കാൻ പോയി. പിന്നെ ബാക്കിയുള്ള മക്കളായ രാജാക്കന്മാരുടെ ജോലിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അവിടെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? നല്ല വൃതത്തോടു കൂടി അദ്ദേഹം അത്രയും നല്ല, അതായത് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്ലാനാണ് ആ ശക്തിവിശേഷം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു വിഘ്നവും വരാത്ത വിധം അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ചിട്ട്, അത് സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ നമ്മൾ പ്രായമാകുമ്പോൾ വാനപ്രസ്ഥം സ്വീകരിച്ചിട്ട് ഉഗ്ര തപസ്സിൽ ജാഗ്രതയോടെ പ്രവൃത്തനായി. ഇനിയുള്ള രാജാക്കന്മാരും നമ്മൾ പ്രായമാകുമ്പോൾ ചടഞ്ഞുകൂടി ആടി ഇരിക്കരുത്, വിട്ടെറിഞ്ഞിട്ട് രാജ്യം വിട്ടിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോയിക്കൊള്ളണമെന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. എൻ്റെ അഞ്ചിൽ പറയുന്നു, ഒരിക്കലും എന്തെങ്കിലും കഴിക്കുക അയാൾ കിഴങ്ങ് കായ് മൂലാവ് ആഹാരമാക്കി. നമ്മളും സന്യാസത്തിന് പോകുമ്പോൾ, ഈ ലോകം വിട്ടുപോകുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം കിഴങ്ങും കായും എല്ലാം മാന്തിയിട്ട് എവിടെ നിന്ന് കിട്ടുമെങ്കിൽ അത് ചുടാനൊന്നും പാടില്ല, കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ ഉണക്ക ഇല മാത്രം കഴിക്കുക. പിന്നെ ഏതാനും ആഴ്ചകൾ ജലം മാത്രം കഴിക്കുക. പിന്നെ കുറേ കാലം വായു മാത്രം ശ്വസിച്ചിട്ട് തപസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് ഭക്ഷണത്തൊന്നും താല്പര്യമില്ലാതെ എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകണം. ഇതാണ് സന്യാസം. അല്ലാതെ നമ്മളിന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള സന്യാസമൊന്നും അല്ല, ഭാഗവതത്തിലല്ല, എവിടെയും ഇല്ല, ഉപനിഷത്തിലല്ല, എവിടെ നോക്കിയാലും കാണില്ല. സന്യാസം എന്ന് പറഞ്ഞാൽ വിട്ടെറിഞ്ഞ് ഈ ലോകം വിട്ടെറിഞ്ഞ് പോകുക. അല്ല ഇവിടെ ചടഞ്ഞു കൂടിയിരുന്നിട്ട് പോലുള്ള പരിപാടിയൊന്നും വേദപുരാണ ഉപനിഷത്തുകളൊന്നും പറയുന്നില്ല. എന്നിട്ട് ആറിൽ പറയുന്നത്, വേണലിൻ്റെ പഞ്ചാഗ്നി ചൂടിലേറ്റും. ചൂടായാലും വെയിലായാലും അങ്ങേർക്കൊന്നും കാര്യമില്ല. കാരണം ശരീരത്തെ കളഞ്ഞു, ശരീരത്തിന് ദ്രവിച്ചു പോവുകയോ ചൂടരിച്ച് കരിയോ എന്തോ ആകട്ടെ, അതിലൊന്നും താല്പര്യമില്ല, ശരീരം വിട്ട് കളയണം. എന്നിട്ടോ മഴക്കാലത്ത് പേമാരി, നല്ല മഴ പെയ്യാണെങ്കിൽ മഴയത്തോട്ട് നടക്കും. മഞ്ഞുകാലത്ത് കടുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും. നിന്നുകൊണ്ടും വെറും നിലത്ത് കിടന്നുറങ്ങിക്കൊണ്ട്. സന്യാസത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊന്നും അല്ലേ, എവിടെയെങ്കിലും നിലത്ത് കടൽ തീരത്ത് കിടന്നുറങ്ങും. വീര്യമുനിയായി, മുനിയായി എന്ന് പറഞ്ഞാൽ മൗനിയായി തപസ്സനുഷ്ഠിച്ചു. ഇതിൻ്റെ 7 അദ്ദേഹത്തിന് ഗുണം പറയുകയാണ്, സഹനശീലനാണ്, വേലും ചൂടുമെല്ലാം സഹിക്കും, വാക്കുകളെ നിയന്ത്രിച്ച്. വാക്കുകളൊന്നും പിന്നെ പറയാനൊന്നും പോകുന്നില്ല, ആരോട് സംസാരിക്കാൻ പോകുന്നില്ല. സന്യാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാനൊന്നും പ്രഭാഷണമൊന്നും പാടില്ല. ജിതേന്ദ്രിയനായി, ബ്രഹ്മചാരിയായി, പ്രാണായാമത്തിൽ നിന്നുകൊണ്ട് ബ്രീത്തിങ് എക്സസൈസ് എല്ലാം വേണമെങ്കിൽ എടുക്കാം. ശ്രീ വാസുദേവനെ ആരാധിക്കുന്നവനായി തപസ് അനുഷ്ഠിച്ചു. 8 അങ്ങനെ ശാസ്ത്രീയമായി തപശ്ചര്യയും ഒഴുകിയപ്പോൾ കർമ്മങ്ങൾ നശിക്കുകയും, അങ്ങനെ ആ ഒരു ഒന്നിലും വിരക്തിയോ താല്പര്യമില്ലാതെ ആ ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് നടക്കുമ്പോൾ പിന്നെ കർമ്മങ്ങളൊന്നും ചെയ്യുക, ഈ ലോകമായിട്ട് പിന്നെ ഒരു കർമ്മവുമില്ല, കർമ്മങ്ങളെല്ലാം നശിക്കുകയും, അപ്പോൾ അന്ധകരണം ശുദ്ധമായി. പിന്നെ ഒരു താല്പര്യത്തിലേക്ക് പിന്നെ അന്ധകരണം എന്തായിരിക്കും? ശുദ്ധമായിരിക്കും, നിർമ്മലമാവുകയും. പ്രാണായാമത്തിലൂടെ, എന്തിനാ പ്രാണായാമം ചെയ്യുന്ന? ഇന്ദ്രിയങ്ങളെയെല്ലാം നശിപ്പിക്കാൻ. കാണലും കേൾക്കാനുള്ള അവയവങ്ങളെല്ലാം നശിച്ചു പോകും, അതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പം എല്ലാ കർമ്മങ്ങളും നശിച്ചവനായി ഭവിച്ചു. എന്നിട്ട് 9 സർവജ്ഞനായ സനകുമാര മുനി പറഞ്ഞു കൊടുത്ത യോഗമാർഗത്തിലൂടെ തന്നെ ഭഗവാനെ ഭജിച്ചു. സനകാദികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ആ വഴിയിലൂടെ തന്നെയാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ട് ബ്രഹ്മസാക്ഷാത്കാരം ഭഗവാനെ ഭജിച്ചു. 10 അങ്ങനെ ശ്രദ്ധയോടും ധർമാചരണങ്ങൾക്കനുസരിച്ചും തപസ്സിൽ ഏർപ്പെട്ട പൃഥ്വിന് ആ ഏകാഗ്രതയിൽ ഭഗവാന്റെ പ്രേമ ലക്ഷണ ഭക്തി ഉളവായി. അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭഗവാനിൽ മാത്രം താല്പര്യമുണ്ടായിക്കൊണ്ട് അതിൽ തന്നെ പിന്നെ അദ്ദേഹത്തിന് ഭഗവാനിലുള്ള ചിന്ത മാത്രമേ ഉള്ളൂ.
ഭഗവാന്റെ പരിചരണത്താലും ശുദ്ധമായ അന്ധകരണത്താലും ഹൃദയത്തിലെ മിഥ്യാജ്ഞാനത്തെ വിച്ഛേദിച്ച് പിന്നെ ഈ ലോകമെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം അതിലൊന്നും അർത്ഥമില്ല, എല്ലാം ബ്രഹ്മമാണ് എന്ന ഒരു ചിന്തയിലേക്ക് മായയെല്ലാം അകന്ന് വിരക്തി വന്ന്. അപ്പോൾ ഒരാൾ സന്യാസത്തിലേക്ക് പോകുമ്പോൾ എല്ലാത്തോടും വിരക്തി വരണം. ഈ ലോകമായിട്ട് ഒരു ബന്ധവും പാടില്ല. ഇതാണ് സന്യാസം. അല്ലാതെ വേറെ സന്യാസവും ഈ ലോകത്തിലില്ല. ആത്മബോധത്തിൽ എത്തി. അങ്ങനെ 12 പറയുകയാണ്, അങ്ങനെ ലഭിച്ച ആത്മതത്വബോധത്താൽ ദേഹാദികളിൽ നിന്നും മനസ്സ് മുക്തമാവുകയും പിന്നെ മനസ്സ് നമ്മളെ ശരീരത്തെ പറ്റി ചിന്തിക്കുന്നില്ല, കണ്ണിനെ പറ്റി ചിന്തിക്കുന്നില്ല, അതൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, എവിടെയോ പോയി അങ്ങ് വീഴുന്നു. മിഥ്യാജ്ഞാനത്തെ വേററുക്കുകയും ചെയ്ത ഒരു യോഗി അതുവരെയുള്ള ശ്രീകൃഷ്ണ കഥകളിൽ മനസ്സ് വെക്കാതെയുള്ള അവസ്ഥയിൽ എത്തുന്നത് വരെ, പിന്നെ കഥകളിലും താല്പര്യമുണ്ടാകാൻ പാടില്ല, കൃഷ്ണന്റെ കഥയിലും താല്പര്യമില്ലാത്ത അവസ്ഥയിൽ എത്തുന്നത് വരെ അദ്ദേഹം യോഗമാർഗ ഭ്രംശം വരാത്തവനാവുകയില്ല. ആദ്യം കൃഷ്ണ കഥയിലൂടെ എല്ലാം അങ്ങനെ ചിന്തിച്ച് പോയാലും അവസാനം ബ്രഹ്മസാക്ഷാത്കാരം എത്തുമ്പോൾ ഈ കഥകളിലും താല്പര്യം പാടില്ല. അല്ല, കഥ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടായ അത് ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾ നശിക്കാതെ ഒന്നും, അതെല്ലാം തുടക്കത്തിലാണ് ഈ കൃഷ്ണ കഥ തന്നെ കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ എന്ത് പറ്റും? ഒന്നിലും താല്പര്യമില്ലാത്ത ഒരവസ്ഥയായിട്ട് നിർഗുണം ആ അവസ്ഥയിൽ എത്തും. 13 അങ്ങനെ അദ്ദേഹം പരമാത്മാവിൽ ജീവാത്മാവിനെ സംയോജിപ്പിച്ച്, അങ്ങനെയാകുമ്പോഴാണ് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലാനാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ലോകത്തിനൊരു പ്ലാനുണ്ട്, അതിൽ നമ്മൾ കർമ്മം ചെയ്യാൻ കുറച്ച് കർമ്മങ്ങൾ വരും, ആ കർമ്മത്തിനാണ് പ്ലാന്, നമ്മുടെ പ്ലാന്, അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അത് പരമാത്മാവിൽ ലയിച്ചു. നമ്മളെ കമ്പ്യൂട്ടർ അടിച്ച് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മളെ പ്രോഗ്രാം ഇല്ല. അത് പിന്നെ എവിടെയാണ് ഉണ്ടാവുക? ആ CD-യിൽ, വിൻഡോസിൻ്റെ CD-യിൽ, അത് ലോഡ് ചെയ്ത CD-യിലാണ് ഉണ്ടാവുക. അങ്ങനെ തികച്ചും സച്ചിദാനന്ദ സ്വരൂപമായി ശരീരത്തെയല്ല അദ്ദേഹം കളഞ്ഞിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. അങ്ങനെ ചെയ്യുന്നതിന് അദ്ദേഹം ചെയ്ത വേറെ കാര്യങ്ങൾ 14 പാറ്റിൽ പറയുകയാണ്. ബുധത്തിൻ്റെ അറ്റത്ത് നമ്മളെ കാലിൻ്റെ മടമ്പ് ബുധത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആസനത്തിൽ ഇരുന്നു കൊണ്ടെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചില ആസനങ്ങളിലെല്ലാം ഇരുന്നതിൻ്റെ ശേഷം ശ്വാസത്തെ വലിച്ച് ചക്രങ്ങളെയെല്ലാം മറികടന്നിട്ട് ഹൃദയത്തിലെയും കഴുത്തുമെല്ലാം കടന്നിട്ട് അവസാനം ബ്രഹ്മരന്ധ്രത്തിൽ കൊണ്ടുപോയിട്ട് യോജിപ്പിക്കുകയാണ്. ഇതെല്ലാം യോഗയിലുള്ള മാർഗങ്ങളാണ്. പണ്ടേ പറഞ്ഞ കാര്യങ്ങളാണ്. സനകാദികൾ ഉപദേശിച്ച മാർഗത്തിലൂടെ യോഗയിലൂടെ എന്ത് ചെയ്തു? സ്വയം രാജയോഗിയായി മാറിയിട്ട് പ്രാണന സമുദ്രത്തിൽ അങ്ങ് ലയിപ്പിച്ചു. ശരീരത്തെ പൃഥ്വിയിലും തേജസ്സിനെ അഗ്നിയിലുമെല്ലാം യോജിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ശരീരം ഉണ്ടായിരിക്കുന്നത്. ശരീരം പഞ്ചഭൂതങ്ങളിൽ പോയി ലയിക്കും. നമുക്കറിയാലോ, നമ്മുടെ ശരീരവും കുറേ എണ്ണം ഭൂമിയിലേക്കും കുറേ ഭാഗങ്ങൾ ഭൂമിയിൽ പോകും. ജലമായി മാറും, വായുവിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു, ചിലപ്പോൾ വായു കത്തിയിട്ട് പുകയായിട്ട് മുകളിലോട്ടേക്ക് പോകും. അങ്ങനെ ശരീരമെല്ലാം അങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ട് മാറുന്നു എന്ന് പറയുകയാണ്. പിന്നെ 16, 17 ഇന്ദ്രിയങ്ങളെല്ലാം ആകാശഭൂതത്തിൽ. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഗ്രഹങ്ങളുടെ ചലനമായിട്ടുള്ള ആകർഷണ ബലം മൂലമാണ്. അതെല്ലാം പിന്നീട് കാണാം. നമ്മുടെ നാഡികളിലൂടെയാണ് ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത്. അപ്പോൾ അതെല്ലാം ആകാശമായിട്ട് ബന്ധിപ്പിച്ചത്. ആകാശം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം. ജലാംശത്തെ ജലത്തിലും പൃഥ്വി വിഭൂതിയെ ജലത്തിലും, ജലത്തെ ആകാശത്തിൽ, മനസ്സ് പിന്നെ ആകാശത്തെ മനസ്സിൽ, പിന്നെ ഇന്ദ്രിയങ്ങളിൽ യോജിപ്പിക്കുന്നു. പിന്നെ അവയെ തന്മാത്രകളായിട്ട് അവയെ പിന്നെ അഹങ്കാരത്തിൽ, പിന്നെ മഹാതത്വത്തിൽ ലയിപ്പിച്ചു. പ്രപഞ്ചം ഉണ്ടാകുന്നത് ആദ്യം ഒരു തത്വമുണ്ട്, സയൻസ് ഉണ്ട്. ആ സയൻസിൽ നിന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നു, തന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, ഇങ്ങനെയാണ് പോകുന്ന വരി. തിരിച്ചു പോകുമ്പോഴും നമ്മുടെ ശരീരം പ്രപഞ്ചമായിട്ട് മിങ്കിളാകുന്നു. ആ ഒരു സൃഷ്ടിക്രമത്തെ വിവരിക്കുകയാണ്. എന്നിട്ട് 18 അവസാനം എന്ത് ചെയ്യുന്നു? എല്ലാറ്റിൻ്റെയും ഉറവിടമായ മഹാതത്വത്തെ ജീവാത്മാവ് പിന്നെ പുരുഷനിലും
അതിനെ പിന്നീട് സച്ചിദാനന്ദ സ്വരൂപത്തിൽ പുരുഷനും പ്രകൃതി എന്ന നിലയിലാണല്ലോ സൃഷ്ടി ഉണ്ടാകുന്നത്. പുരുഷനിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായിരുന്നത്. പുരുഷനുണ്ടാകുമ്പോൾ പ്രകൃതി ഉണ്ടാകുമ്പോഴാണ് ഈ രാജാവിനെയെല്ലാം സൃഷ്ടിക്കുന്ന പ്രേരക ശക്തി ഉണ്ടാകുന്നത്. ലോകം നശിക്കുമ്പോൾ ഇതെല്ലാം തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോവുകയും ചെയ്യും. അങ്ങനെ അതിലെ ഉപാധിയെ ഉപേക്ഷിച്ചു. ഭൂമിയിലെ യാതൊന്നും ആഗ്രഹിക്കാതെ 19 ഭൂമിയിലെ യാതൊന്നും ആഗ്രഹിക്കാതെ ആ പൃഥ്വി ചക്രവർത്തി തപോവനത്തിലേക്ക് കൂടെ ആ പൃഥ്വി ചക്രവർത്തിയുടെ പത്നിയും തപോവനത്തിലേക്ക് കൂടെ പോയിരുന്നുവല്ലോ. അപ്പം അദ്ദേഹം അങ്ങ് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. അപ്പം കൂടെ ആരും പോയിട്ടുണ്ട്? പത്നിയും പോയിട്ടുണ്ട്. അപ്പം എല്ലാം ദ്വയമാണ്. രാജാവാണെങ്കിൽ രാജ്ഞിയുണ്ട്. ആ സിസ്റ്റം തന്നെ പോകുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പം ഭർത്താവിനായി തപോവനത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? ഭർത്താവിനെ പരിചരിക്കുന്നത് കൊണ്ട് തന്നെ അവളെന്തായി? അവളെ ശരീരമെല്ലാം ശുഷ്കിച്ചു പോയി, വലയപ്പെട്ടവളായി വളരെയധികം കഷ്ടപ്പെട്ടിട്ടും. പക്ഷേ ഭർത്താവിൻ്റെ കർമ്മം ചെയ്തു. ഭർത്താവിൻ്റെ കർമ്മമാണ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മമാർഗത്തിൽ. ഭർത്താവിൻ്റെ കർമ്മമാർഗത്തിൽ സഹായിച്ചും ആ ഭർത്താവിൻ്റെ ബഹുമതിയെല്ലാം ലഭിക്കുമല്ലോ. അതിലൂടെ അത് അവൾക്കെന്തും തോന്നിയില്ല. അവളെ എത്രമാത്രം വല്ലാതെ അവസ്ഥയിലെത്തിയിട്ടും അവൾക്കതൊന്നും അനുഭവപ്പെട്ടില്ല. കാരണം അവളെ ചിന്ത മുഴുവൻ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ. രാജാവും രാജ്ഞിയും എല്ലാം ദ്വയമാണ്. ഇനി 21 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആ പതിവ്രത പ്രിയതമനും ഭൂമിയുടെ നാഥനുമായ രാജാവിന് വേണ്ടിയിട്ട് ആണ് ഇത്രയും ത്യാഗങ്ങളെല്ലാം സഹിച്ചത്, പരിപാലിച്ചത്. അപ്പോഴാണ് എന്ത് പറ്റുന്നത്? അദ്ദേഹത്തിൻ്റെ ചൈതന്യ ശരീരം വിട്ടുപോകുന്നതായിട്ട് അവൾ കാണുന്നത്. അപ്പോൾ അവൾ കുറേ നേരം എന്ത് ചെയ്തു? അവിടെ കിടന്നിട്ട് കരഞ്ഞു. പിന്നെ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ചിതയിൽ ശരീരത്തെ അർപ്പിച്ചു. 22 പിന്നെ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഒരു ചിതയെല്ലാം ഒരുക്കിയിട്ട് ഭർത്താവിൻ്റെ ശരീരം അവിടെ കൊണ്ടിട്ട് വെച്ചു. പിന്നെ 23 നദീജലത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് അവൾ പോയി ആ നദിയിൽ കുളിച്ച് കാലോചിതമായ കൃത്യങ്ങളെല്ലാം പ്രാഥമികമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടിയിട്ട് അതെല്ലാം ചെയ്തതിൻ്റെ ശേഷം ഭർത്താവിന് വേണ്ടതെല്ലാം നിവേദിച്ചിട്ട് ആകാശത്തിലെ ദേവതകളെ സ്മരിച്ചുകൊണ്ട് അഗ്നിയെ 3 വട്ടം വലം വെച്ചിട്ട് ആ ചിതയെ 3 വട്ടം വലം വെച്ചിട്ട് ഭർത്താവിനെ സ്മരിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു. അവളുടെ ജീവിതം അവസാനിച്ചു. രാജാവ് പോകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ഇത്രയും അർത്ഥമാക്കുന്നുള്ളൂ. രാജാവ് പോകുമ്പോൾ രാജാവിൻ്റെ പത്നിയും രാജ്ഞി എന്ന ആ അവസ്ഥയും ഇല്ല. രാജാവില്ലെങ്കിൽ രാജ്ഞിയും ഇല്ല. അതോടുകൂടി തന്നെ ഇല്ലാതാണ്. രാജാവ് വിട്ടൊഴിയുമ്പോൾ എല്ലാം ഇല്ലാതായി. ആ നിലയിൽ കണ്ടാൽ മതി. അല്ലാതെ അതൊന്നും അതിസമ്പ്രദമായിട്ടൊന്നും കണ്ടേക്കരുത്. അല്ലെങ്കിൽ ഇവിടെ പുരുഷനും സ്ത്രീയും എന്ന നിലയിലല്ല ഇതുള്ളത്. ഇതെല്ലാം പ്രേരക ശക്തികളാണ്. ആ പ്രേരക ശക്തികൾ ലോകമുള്ള കാലത്തോളം രാജാക്കന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് കർമ്മങ്ങളെ സൃഷ്ടിക്കും. ആ പ്രേരക ശക്തി മറ്റേ ലോകത്തിൽ ഇരുന്നു കൊണ്ട് ആ പ്ലാൻ അനുസരിച്ച് പ്ലാനിൽ നിന്ന് വരുന്ന പ്രേരക ശക്തി. അപ്പോൾ അതിൻ്റെ കൂട്ടി എന്തുണ്ട്? ദ്വയമുണ്ട്, രാജ്ഞിയും കൂടി ഉണ്ട്. അതിൻ്റെ കാലം കഴിയുമ്പോൾ അത് എല്ലാവരെയും മറ്റുള്ളവരെ ഭരണം ഏൽപ്പിച്ചിട്ട് ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മഹാനായ അബ്ബേക്കർ ഒരു ഭരണഘടന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ബാക്കിയുള്ളവരാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ പ്ലാനിലൂടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന ശക്തിയാണ് പൃഥ്വി, ഈ രാജ്ഞി. അവരുടെ സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. ഇനി 24 വീരനായ ഭർത്താവിൻ്റെ ചിതാഭസ്മത്തിലൂടെ അവളും അതിനെന്ത് ചെയ്തു? ഭർത്താവിനെ അനുഗമിച്ചു. അത് കണ്ടിട്ട് ആകാശത്തിലെ ദേവഭക്തിമാരെല്ലാം അവരെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. അതെല്ലാം ഒരു കഥയിൽ അങ്ങനെ ആ തരത്തിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അതായത് രാജാവ് ഇല്ലാതാകുമ്പോൾ രാജ്ഞി ഉണ്ടാവില്ല. അത് സ്വാഭാവികമാണ്. രാജാവിലേക്ക് രാജ്ഞിയില്ല, ആ സ്ഥാനം ഇല്ല. പാനലിൽ ഇതിനെ കണ്ടാൽ മതി. ദേവന്മാർ ദുദ്ദിപ്പുകൾ മുടക്കി മന്ദരപർവ്വതത്തിൽ ദേവസ്ത്രീകളെല്ലാം പുഷ്പവൃഷ്ടി നടത്തി എന്നെല്ലാം പറയുകയാണ്. 25
എന്നിട്ട് 25-ല് 26-ല് അത്ഭുതം, ആ കൊടുമ്പിനി എന്ത് ചെയ്യാണ്? ഭാഗ്യവതിയാണ് എന്ന് പറയുകയാണ്. കാരണം ശ്രീഹരിയെ ലക്ഷ്മി ദേവി പിന്തുടരുന്നത് പോലെ ഇവളും എന്ത് ചെയ്തു? രാജാവിനെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നിന്ന് ആകാശത്തേക്ക് പോയി എന്നാണ്, അദ്ദേഹത്തെ അനുഗമിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇവിടെ രാജാവ് രാജ്ഞി എന്ന് പറയുന്ന ദ്വയമാണ്. രാജാവ് നാട് നീങ്ങുമ്പോൾ രാജ്ഞിയും, അല്ലെ രാജ്യം വിടുമ്പോൾ രാജ്ഞി അതോടുകൂടി ഇല്ലാതാകും. അത് ദ്വയമാണ്. അതിന് ഒറ്റക്കാറ്റ് നിലനിൽക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം ഇവിടെ പറയുന്നതായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് 26 പറയുന്നു, അങ്ങനെയുള്ള ഇവൾ നമ്മളെ എല്ലാം മറികടന്ന് മേൽപോട്ട് പോയ ഭർത്താവിനെ പിന്തുടർന്നുകൊണ്ട് അതാ പോകുന്നു എന്ന് പറയുകയാണ്. നമ്മളെല്ലാം വിട്ടിട്ട് അവളും രാജ്ഞി എന്ത് ചെയ്യാണ്? ഭർത്താവിനെയും വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയാണ് എന്ന് പറയുകയാണ്. ഇവിടെ ഒരു കവിഭാവനയിൽ പറയുകയാണ്, ചുരുക്കി ഇത്രയുള്ള രാജാവ് പോകുമ്പം രാജ്ഞിയും പിന്നാലെ ഇല്ലാതെയാണ്. എന്നിട്ട് 27 പറയാണ്, ഭൂമിയിൽ അല്പായുസുക്കളായ മനുഷ്യരിൽ ആര് ഭഗവാന്റെ പ്രാപ്തി ഉണ്ടാകുന്നു, ആർക്ക് ഭഗവാന്റെ പ്രാപ്തി ഉണ്ടാകുന്നുവോ, അതിനുള്ള ആത്മജ്ഞാനം നേടുന്നുവോ. ഭഗവാനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റിയുള്ള യഥാർത്ഥ ജ്ഞാനം നേടുക, ആത്മജ്ഞാനം നേടുക. അവർക്ക് ദുർലഭമായിട്ട് ഒന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് ഈ ലോകത്തിൽ പിന്നെ ഒന്നും നേടാനില്ല. ഏറ്റവും വലിയ ജ്ഞാനം നേടുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താണ്, ഇങ്ങനെയൊരു ശക്തി വിശേഷമുണ്ട്, അതിനെ മനസ്സിലാക്കുക. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ ദുർലഭമായിട്ടൊന്നും ഇല്ല. 28-ൽ പറയുന്നത്, വലിയ മോക്ഷസാധനമായ ഇന്ദ്രിയ വിഷയത്തിൽ ആർ ആസക്തനായിരിക്കുന്നുവോ ആ ആത്മദ്രോഹി വഞ്ചിതനാവുകയാണ്. എന്നാൽ വലിയ മോക്ഷസാധനമായ ഇന്ദ്രിയ വിഷയങ്ങളിൽ, മോക്ഷത്തിനുള്ള ഏറ്റവും വലിയ കാര്യം നമ്മളെ ഇന്ദ്രിയങ്ങളാണ് എന്ന് ചിന്തിച്ച് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിൽ സുഖദുഃഖങ്ങൾ, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണല്ലോ ദുഃഖവും സുഖവും എല്ലാം അനുഭവിക്കുന്നത്. സുഖങ്ങൾക്ക് വേണ്ടിയാണല്ലോ, നല്ല കാണണം, നമ്മളുള്ള കേൾക്കണം, ഇങ്ങനെയല്ല ഉള്ളത്. അതിനു വേണ്ടി ഓടി നടക്കുന്നവരിൽ അവരെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ത് ചെയ്യാണ്? അവരെ ആത്മദ്രോഹിയാക്കി മാറ്റുകയാണ്. അവർക്ക് ഈ ആത്മാവിനെ തിരിച്ചറിയാനുള്ള കഴിവൊന്നും, ഇങ്ങനെ ഉള്ളിലുള്ള ഒരു ശക്തിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നും അവർക്കില്ല. അതുകൊണ്ടാണ് ആത്മദ്രോഹി എന്ന് പറയുന്നത്. അവരെല്ലാം വഞ്ചിതരാവുകയാണ്. ഉള്ളിൽ കിടക്കുന്ന ആ ശക്തി വിശേഷം നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. ഇത് തിരിച്ചറിയണം. 29-ൽ മൈത്രേയൻ പറയുന്നു, ആത്മജ്ഞാനികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള, അപ്പോൾ ഇവിടെ പൃഥ്വിരാജാവിനെ ഏറ്റവും മുൻപന്തിയിൽ ആത്മജ്ഞാനമുള്ള വ്യക്തിയായിട്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഭഗവാനിൽ മനസ്സർപ്പിച്ച പൃഥ്വി, അങ്ങനെയുള്ള പൃഥ്വി എന്ത് ചെയ്തു? ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് പ്രാപിച്ച ലോകത്തെ ആ രാജ്ഞിയും പ്രാപിച്ചു. രണ്ടുപേരും ആ ലോകത്തിലേക്ക് പ്രാപിച്ചു. അത് ദേവശ്രീകൾ സ്തുതിച്ചു. ഇനി 30-ല് പറയുകയാണ്, ജ്ഞാനൈശ്വര്യങ്ങളുടെ ഗുണങ്ങളോട് കൂടിയ പൃഥ്വി രാജാവിൻ്റെ മനോഹരമായ ചരിത്ര കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം പറയുകയാണ്, അങ്ങനെ പൃഥ്വിരാജാവിൻ്റെ കഥയാണ് ഇതുവരെ പറഞ്ഞത്, അത് പറഞ്ഞു കഴിഞ്ഞു. യാതൊരാൾ ഇതിനെ മനസ്സിലാക്കി മനസ്സിരുത്തി വായിക്കുകയും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നുവോ അയാൾ പൃഥ്വിൻ്റെ പദവിയെ പ്രാപിക്കും. അപ്പോൾ ഈ കഥ ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് പൃഥ്വിൻ്റെ പദവിയെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ പ്രത്യേകിച്ച് രാജാവ് ചെയ്യേണ്ട ധർമ്മങ്ങളാണ്. പ്രപഞ്ചം എഴുതിയുണ്ടാക്കിയ രാജാവിൻ്റെ ധർമ്മമാണ് പൃഥ്വി എന്നൊരു ചക്രവർത്തിയിലൂടെ വരച്ചു കാട്ടിയത്. അതുപോലെ വേണം എല്ലാവരും പ്രവർത്തിക്കാൻ. എന്നിട്ട് 32-ൽ പറയുകയാണ്, ബ്രാഹ്മണ പാരായണം ചെയ്താൽ, ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാർ, രാജാക്കന്മാർ മാത്രം വായിക്കണമെന്നില്ല, നല്ല ബുദ്ധിയുള്ള ആൾക്കാർ വായിച്ചാൽ എന്ത് പറ്റും? ബ്രഹ്മ തേജസ് നേടും. അത്രയും തേജസ് ഉണ്ടാവും. കാരണം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ വെറുതെ പൃഥ്വി എന്നത് ഒരു രാജാവിൻ്റെ കഥയായിട്ട് എടുക്കരുത്.
പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ ഒരു ശക്തിയുണ്ട്. അതാണ് രാജാവിനെ മുഴുവൻ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് ആ രാജാവിലൂടെയാണ് ലോകത്തെ പരിപാലിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിലാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ഷത്രിയരാണെങ്കിൽ അവർ വലിയ ലോക നേതാക്കളാകും, വൈശ്യരാണെങ്കിൽ വാഴ്ണി പ്രമുഖരാകും, ശൂദ്രരാണെങ്കിൽ അവരുടെ ഗോത്രത്തിൽ അവരുടെ കുലത്തിൽ പ്രമുഖനായിട്ട് തീരും. പിന്നെ 33 പറയുന്ന സ്ത്രീ പുരുഷന്മാർ 3 പ്രാവശ്യം കേട്ടാൽ സന്താനമില്ലാതെ ഇല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ദരിദ്രന്മാർ വായിച്ചാൽ ധനവാനാകും, തെളിമയില്ലാതെ വായിച്ചു കഴിഞ്ഞാൽ നല്ല തെളിമ തേജസ് ഉണ്ടാകും, അറിവില്ലാത്തവർ വായിച്ചു കഴിഞ്ഞാൽ നല്ല ജ്ഞാനം ഉണ്ടാകും. ഇത് വായിക്കണ്ടെങ്കിൽ തന്നെ കുറച്ച് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞെല്ലാം കുറെ അത്രയും വലിയ വലിയ തത്വങ്ങളാണ്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ തേജസ് തരുന്ന കാര്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇത് മനുഷ്യലോകത്തിന് ക്ഷേമവും അശുദ്ധി ഇല്ലാതാക്കുന്നതും ആയുർവർദ്ധവുമാണ് എന്ന് പറയുകയാണ്. ഇത് 35 പുരുഷാർത്ഥങ്ങളെ ഒരു ധർമാർത്ഥം കാമമോഷം ഇതിനെ ശരിയായ നിലയിൽ പാലിച്ചു പോകുന്നവർ, ആഗ്രഹിക്കുന്നവർ ഇത് ശ്രദ്ധയോടെ നിത്യേന കേൾക്കുക. അതായത് ധർമ്മം, അർത്ഥം, കാമമോക്ഷം ഇതാണ് ജീവിതത്തിൻ്റെ പുരോഗതിക്കുള്ള പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥം നേടണം, കാമവും നേടാം, പിന്നെ അവസാനം തൻ്റെ കാലം കഴിയുമ്പോൾ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാം. ആ നിലയിൽ ആ പ്രകൃതി വിഭാവനം ചെയ്ത നിലയിൽ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇത് ശ്രദ്ധയോടെ ദിവസവും വായിക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി 36 പറയുകയാണ്, ഏതൊരു രാജാവ് ഇത് കേട്ടിട്ട് അതിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മുന്നേറുന്നു. രാജാക്കന്മാർ ഇത് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ രാജാവിൻ്റെ ധർമ്മം എന്താണ്? ലോകത്തെ മുഴുവൻ ഒന്നാക്കുക. അതിന് മുന്നോട്ടേക്ക് പോകുമ്പോൾ എല്ലാ രാജാക്കന്മാരും വന്ന് കപ്പം നൽകും എന്ന് പറയുകയാണ്. അത്രയും നീതിമാനായിട്ട് രാജാക്കന്മാർ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാ ചോട്ട രാജാക്കന്മാരെല്ലാം അദ്ദേഹത്തെ അംഗീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ സന്നദ്ധനാകും. കാരണം അത്രയും കഴിവുള്ളവരായിരിക്കണം രാജാക്കന്മാർ. അപ്പം എല്ലാവരും അങ്ങനെ അംഗീകരിക്കും. 37 എല്ലാത്തിലും ആസക്തി കൈവടിഞ്ഞ് ഭഗവാനിൽ ഭക്തി ചേർത്ത് പൃഥ്വി ചക്രവർത്തി ചരിത്രം കേൾക്കുക, ചൊല്ലി കേൾപ്പിക്കുക, പാരായണം ചെയ്യുക. അപ്പം നമ്മുടെ ധർമ്മം എന്താണ്? എല്ലാ ആസക്തിയും വെടിഞ്ഞിട്ട് ഭഗവാനിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട് ഈ കഥകൾ ചൊല്ലുക, കേൾക്കുക, പാരായണം ചെയ്യുക. എന്നിട്ട് 38 വിതുരരോട് ആരോടാണ് പറയുന്നത്? വിതുരരോട്. അല്ലയോ വിതുരരെ, ഇവിടെ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവൽ മഹാത്മത്തെ വിവരിക്കുന്ന ഈ പൃഥ്വി ചരിത്രം, ഈ പൃഥ്വിൻ്റെ ചരിത്രത്തിലൂടെ ഭഗവാന്റെ ആ യഥാർത്ഥ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിവിശേഷത്തിൻ്റെ ചരിത്രം കൂടിയാണ് പറഞ്ഞു വരുന്നത്. ഇത് ശ്രദ്ധാലുവായവർ പൃഥ്വിൻ്റെ ഗതിയെ പ്രാപിക്കും. ആ മാർഗത്തിലൂടെ ഇത് മനസ്സിലാക്കുന്നവർ ആ മാർഗത്തിലൂടെ തന്നെയാണ് സഞ്ചരിക്കുക. പിന്നെ 39 പറയുകയാണ്, യാതൊരുവൻ വിഷയാസക്തി വിട്ട് ഈ വിഷയങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകാതെ, അതിലൊന്നും താല്പര്യമില്ലാതെ ഈ ചരിതം ദിവസം തോറും ആദരവോടെ കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കേൾക്കുകയും വേണം, പ്രചരിപ്പിക്കുകയും ചെയ്യണം. ആ മനുഷ്യൻ സംസാര ചക്രത്തെ മറികടന്നു. അപ്പം ഈ തത്വം എന്താണ്? ഈ തത്വം പ്രപഞ്ചം നമ്മിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മളതിൻ്റെ ഒരു ടൂള് മാത്രമാണ്. ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉള്ളപ്പോൾ സോഫ്റ്റ്വെയർ പ്ലാൻ ചെയ്ത വഴിയാണ് കമ്പ്യൂട്ടർ എന്തൊക്കെ ചെയ്യുക. അല്ലാതെ കമ്പ്യൂട്ടറിനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ടി വി ഉണ്ടെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയാണ്. അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ കളർ കാണിക്കാനുള്ള കഴിവൊന്നും ഇല്ല. അതെല്ലാം ആ സിസ്റ്റത്തിൻ്റെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാതിരിയാണ്.
എന്തിനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത്തരത്തിലേ പോകാൻ പറ്റും. അല്ലാതെ ആ ഉപകരണത്തിന് അതിൻ്റേതായ നിലയിലൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടതാണ്. അതിനൊരു പ്ലാനും ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് സംസാര ചക്രത്തെ മറികടന്ന് അതിനെ ഒരു കപ്പലായി ഉപയോഗിച്ചുകൊണ്ട്, ഈ ചരിത്രം ഒരു കപ്പലാണ്, സംസാര ചക്രത്തെ മറികടക്കാനുള്ള ഒരു കപ്പലായിട്ട് ഈ ഭഗവത് പ്രേമം അടങ്ങിയിരിക്കുന്ന ഈ കഥയെ കൈപ്പറ്റണം. അതായത് ഈ ചരിത്രം അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർക്ക് സംസാര ചക്രം മറികടക്കാനുള്ള ഒരു കപ്പലായിട്ട് അത് ആക്ട് ചെയ്യും. എങ്ങനെയാണത്? നമ്മളൊരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ കുഷ്ഠരോഗിയായിട്ട് വലിയ രോഗിയായിട്ടെല്ലാം അഭിനയിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടാവും. അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥയാണ്, നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ജീവിതവും ആ കാലം പ്ലാൻ ചെയ്തനുസരിച്ച് നമ്മിലൂടെ അത് തന്നെയാണ് ചെയ്യിപ്പിച്ചു കൊണ്ടുപോകുന്നത് എന്ന സത്യം മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ഇതെല്ലാം ഒരു തമാശയായിട്ട് ജീവിതത്തെ കാണാൻ പറ്റും. പക്ഷെ അതെല്ലാവർക്കും പറ്റുമെന്നുള്ളത് സ്വയം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ.